രണ്ടാൾക്കാർ സെയിം ഫുഡ് എക്സാക്ട് നമ്പർ ഓഫ് കാലറീസ് കഴിക്കുന്നു, പക്ഷെ ഒരാൾ വണ്ണം വെക്കുന്നു, മറ്റൊരാൾ വണ്ണം കുറയ്ക്കുന്നു. ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് പിന്നിലുള്ള റീസൺ എന്താണ്? സി, ഇറ്റ്സ് നോട്ട് ഈ പറഞ്ഞ കാലോറീസോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സോ ഒന്നുമല്ല, ബട്ട് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദി amount of protein, right? ഇതെന്താന്നല്ലേ നിങ്ങൾ ചിന്തിക്കണേ, ഇതിന്റെ ഇമ്പോർട്ടൻസ്. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് വേ. ഓക്കെ, സോ വൈ പ്രോട്ടീൻ മാറ്റേഴ്സ്? ഇമാജിൻ നിങ്ങളുടെ ഒരു ബോഡീനെ ഒരു ഹൗസ്, ഒരു വീടായിട്ട് ഇമാജിൻ ചെയ്യുക. ഓക്കെ, സോ ഒരു വീട് ബിൽഡ് ചെയ്യാൻ നമുക്ക് ഡെഫിനറ്റ്ലി ബ്രിക്സിന്റെ ആവശ്യമുണ്ട് അല്ലേ? ആൻഡ് ഇവിടെ ബ്രിക്സിനെ നമുക്ക് പ്രോട്ടീൻ ആയിട്ട് കാണാം. ഓക്കെ, ഈ ബ്രിക്സ് വെച്ചിട്ടാണ് നമ്മുടെ വീട് നമ്മൾ ബിൽഡ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും പിന്നെയും റീബിൽഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ബ്രിക്സ് വെച്ചിട്ടാണ്, റൈറ്റ്? ഈ സെയിം വേയിൽ നമ്മുടെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന എന്തൊക്കെയാണ്? നമ്മുടെ ഹെയർ, സ്കിൻ, നെയിൽസ്, ഹോർമോൺസ്, ഇമ്മ്യൂണിറ്റി, എൻസൈംസ്, മൂഡ്, കെമിക്കൽസ്, മസിൽസ്, ഇതെല്ലാം പ്രോട്ടീൻ നിന്നാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ വീട് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ വേണ്ടുന്ന അളവിലും കുറച്ച് ബ്രിക്സ് വെച്ച് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ യെസ്, കാണുമ്പോൾ ഒരു തട്ടിക്കൂട്ട് പോലെ എല്ലാം ഇങ്ങനെ ഫിറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ ഇവഞ്ച്വലി മെല്ലനെ ഉള്ളിൽ നിന്നും ക്രാക്സ് ഇങ്ങനെ കണ്ടു തുടങ്ങും, റൈറ്റ്? അതിന്റെ സ്ട്രക്ചർ മോശമായിക്കൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ ഇൻടേക്ക് ഒരാൾക്ക് വേണ്ടുന്ന അളവിലും കുറവ് കഴിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, അതെന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മോർ ടയേർഡ്, ഹംഗ്രി, വീക്കർ, മെറ്റബോളിസം സ്ലോ ഡൗൺ ചെയ്യും, സ്കിൻ ഡൾ ആകും, ഫാറ്റ് സ്റ്റോറേജ് കൂടുതലായിരിക്കും, ആൻഡ് ക്രേവിങ്സും ഭയങ്കരമായി കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് നമ്മളെ വേണ്ടുന്ന അളവിലും കുറവ് പ്രോട്ടീൻ കഴിക്കുമ്പോൾ സംഭവിക്കുന്ന സംഭവങ്ങൾ. സോ കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞാൽ നമുക്ക് ബോഡിക്ക് വേണ്ട എനർജി തരും, പക്ഷെ പ്രോട്ടീൻ ആണ് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഓവറോൾ സ്ട്രക്ചർ തരാൻ ഹെൽപ്പ് ചെയ്യണം. ഇമാജിൻ ലൈക്ക് നിങ്ങൾക്ക് എനർജി ഉണ്ട്, പക്ഷെ എനർജി വിത്തൗട്ട് എ സ്ട്രക്ചർ ഇസ് ലൈക്ക് റണ്ണിങ് ഇലക്ട്രിസിറ്റി ത്രൂ എ ബ്രോക്കൺ വയർ. ഇറ്റ് ആക്ച്വലി ഡസ് നത്തിങ്. ഓക്കെ, ലെറ്റ് മീ ഷോ യു വിത്ത് എ മോർ പവർഫുൾ എക്സാമ്പിൾ സോ യു കൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാൾക്കാരെ എടുക്കാം. ഓക്കെ, ഒരാള് 2 ചപ്പാത്തി കഴിക്കുന്നു. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഒരു തോരന് സബ്സി കഴിക്കുന്നു. ഓക്കെ, ആൻഡ് ഒരു വേണമെങ്കിൽ ലിറ്റിൽ റൈസ് കൂടി കഴിക്കുന്നുണ്ട്. സെക്കൻഡ് പേഴ്സണും ഈ സെയിം കാര്യങ്ങൾ കഴിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ കൂടെ ഒരു ബൗൾ ഓഫ് കേർഡ്, ഓക്കെ, തൈര് കഴിക്കുന്നുണ്ട്, കൂടെ ചിക്കൻ ഇല്ലെങ്കിൽ പനീർ കഴിക്കുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടി രണ്ടാമത്തെ ആൾ ആഡ് ചെയ്തു. അപ്പൊ പറയുകയാണെങ്കിൽ ഇതിൽ നോക്കുമ്പോൾ അങ്ങനെ പ്രോട്ടീൻ സോഴ്സസ് ഒന്നുമില്ല. ഇതിന്റെ അകത്ത് ഡെഫിനറ്റ്ലി നമുക്ക് പ്രോട്ടീൻ സോഴ്സസ് ഇതിന്റെ അകത്തുണ്ട്. സോ ഇവിടെ എന്താണ് ഡിഫറൻസ്? എങ്ങനെയാണ് രണ്ടുപേരും എനർജിനെ ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, അപ്പോ പ്രോട്ടീൻ എന്താ പറയാ, പ്രോട്ടീനിൽ ആഡ് ചെയ്യാണ്ട് ബാക്കി കാർബും ഫാറ്റ്സും ഹെൽത്തി ഫാറ്റ്സും ഒക്കെ ആഡ് ചെയ്ത് കഴിച്ചാൽ എന്താ സംഭവിക്കുക വെച്ചാൽ പെട്ടെന്ന് തന്നെ വിശപ്പുണ്ടാവും. ആൻഡ് എന്താ പറയാ, കഴിച്ച ഉടനെ ഭയങ്കരമായിട്ട് ഷുഗർ ക്രേവ് ചെയ്യാൻ തുടങ്ങും, ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവും. ആൻഡ് ഫാറ്റ് സ്റ്റോറേജ്, ഓക്കെ, വണ്ണം വെക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. മസിൽ ലൂസ് ചെയ്യും. ആൻഡ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം തോന്നും. ഓക്കെ, പ്രോട്ടീൻ ആഡ് ചെയ്യാണ്ട് ഒരു മീല് കഴിക്കുന്ന ഒരാൾ, നമ്മൾ പറയില്ല പെട്ടെന്ന് ഞാൻ ഹെൽത്തി ആയിട്ട് ഇച്ചിരി ചോറും ചമ്മന്തിയും കഴിച്ചു, അല്ലെങ്കിൽ ചോറും രസവും കഴിച്ചു, ഭയങ്കര സുഖമായി തോന്നിയത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട, നമുക്ക് വേണ്ടുന്ന പ്രോട്ടീൻ അതിൽ എവിടെ? കാർബോഹൈഡ്രേറ്റും ഇതും മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഓർമ്മയില്ലേ നമ്മൾ ബാലൻസ്ഡ് മീലിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആൻഡ് വേറാസ് പ്രോട്ടീൻ ജസ്റ്റ് ഒരു ബൗൾ ഓഫ് ചിക്കനോ പനീറോ ആഡ് ചെയ്ത ആൾ എന്താ പറയാ, കുറെ നേരം വയറ് നിറഞ്ഞു നിൽക്കും. നമുക്കതാണല്ലോ വേണ്ട. ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മുടെ വയറ് നിറഞ്ഞിരിക്കാൻ പറ്റണം നമുക്ക് വിശക്കാണ്ട്. പിന്നെ ബേൺ മോർ കലോറീസ് നാച്ചുറലി. നിങ്ങൾ ഇതിന്റെ മുന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തെർമിക് ഇഫക്റ്റ് ഓഫ് ഫുഡ്. പ്രോട്ടീന്റെ തെർമിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ആക്ച്വലി ഡൈജഷന് സമയം കൂടുതലെടുക്കും. ബിൽഡ് മസിൽ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബെറ്റർ എനർജി ആയിരിക്കും. പ്യുവർ ക്രേവിങ്സ് ആയിരിക്കും. അധികം അങ്ങനെ ക്രേവിങ്സ് ഒന്നും ഉണ്ടാവില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് സെയിം കാലറീസ് ബട്ട് ഡിഫറെന്റ് റിസൾട്ട്. എന്താണ് ആ ഡിഫറൻസ്? പ്രോട്ടീൻ ആഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് വുമൻ ആൻഡ് പ്രോട്ടീൻ ഹെൽത്ത്. നമുക്കൊക്കെ അറിയാം, ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾക്ക് എല്ലാവർക്കും പ്രോട്ടീൻ്റെ ഒരു സംഭവം അല്ലേ. ഒന്നെങ്കിൽ മോർ പ്രോട്ടീൻ മോർ ഹെൽത്ത് ട്രെൻഡിന്റെ പുറകെ നമ്മൾ എല്ലാവരും പോകും, പക്ഷെ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ഇറ്റ്സ് ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക്. ആൻഡ് ലേഡീസ് ഔട്ട് ദെയർ, നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു 25 വയസ്സിന് ശേഷം നമ്മുടെ എല്ലാ കൊല്ലവും നമുക്ക് മസിൽ ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു പ്രോസസ്സിന്റെ പേരാണ് സാർക്കോപീനിയ. ഓക്കെ, ആൻഡ് ഇത് സിമ്പിൾ ആണ്, നമ്മുടെ മസിൽ ലോസ് എല്ലാ കൊല്ലവും സംഭവിക്കണം. ആൻഡ് ഇത് സംഭവിക്കുമ്പോൾ മസിൽ ലോസ് ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മെറ്റാബോളിസം സ്ലോ ഡൗൺ ചെയ്യണം. മെറ്റാബോളിസം സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫാറ്റ് ഗെയിൻ ഉണ്ടാവണു. സിമ്പിൾ. ആൻഡ് ഈ ഒരു മസിൽ ലോസ് സംഭവിക്കുമ്പോൾ നമ്മുടെ പോസ്ചറിന് ചേഞ്ചസ് വരുന്നു. നമ്മുടെ സ്കിൻ ഭയങ്കര ലൂസൻസ് ആയി. നമ്മൾ എന്ത് സെറം തേച്ചാലും എന്ത് സാധനം തേച്ചാലും നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന സംഭവം പ്രോപ്പർ അല്ലെങ്കിൽ അതൊക്കെ വെറും ടെമ്പററി റിസൾട്ട്സ് മാത്രമാണ്. ഫസ്റ്റ് നമ്മുടെ ഫുഡിന്റെ കറക്റ്റ്, ബിക്കോസ് ന്യൂട്രീഷൻ ഇസ് എവറിത്തിങ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് കുറയുന്നു, നമ്മുടെ ബോണ്ട് സ്ട്രെങ്ത് കുറയുന്നു, നമ്മുടെ മെറ്റബോളിസം സ്ലോ ഡൗൺ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് ആ റിസൾട്ട് വരാത്തത്. ആൻഡ് ഫാറ്റ് അക്യുമുലേഷൻ ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കും. ദാറ്റ്സ് എ റീസൺ നമ്മൾ എപ്പോഴും പറയാറില്ലേ, നേരത്തെ അതേ ആഹാരം കഴിക്കുന്നുള്ളൂ, പക്ഷെ എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട്
വണ്ണം വെക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരു 35-40 അബവ് ലേഡീസ് പറഞ്ഞ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ്. സോ ലേഡീസ് ഔട്ട് ദർ, ഇറ്റ്സ് really important to understand your protein quantity and intake and take accordingly. So please don't miss this. Women protein is like a powerhouse nutrient. It's like a most important and underrated form of macronutrients. So make sure. So നമ്മൾ വുമന്റെ ഹെൽത്തിനെ പറ്റി സംസാരിച്ചു. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാൻ പോകുന്നതാണ്, അപ്പോൾ എത്ര പ്രോട്ടീൻ ആണ്, എന്താണ് അതിന്റെ കറക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ ന്യൂട്രീഷൻ ഒരാൾക്കുള്ള അളവായിരിക്കില്ല അടുത്ത ആൾക്ക്. എല്ലാവർക്കും ഡിഫറെന്റ് ആൻഡ് പേഴ്സണലൈസ്ഡ് ആണ്. പക്ഷേ ദർ ഇസ് എ ജനറൽ തിങ്. നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് ഡിപ്പെൻസ് ഓൺ അവർ ആക്ടിവിറ്റി ലെവൽ. നിങ്ങളുടെ വർക്ക്ഔട്ട്, നിങ്ങളുടെ സ്റ്റെപ്സ് എല്ലാം അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ ഡെഫിനറ്റ്ലി ബോഡി വെയിറ്റ്, പിന്നെ ഗോൾ. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആണോ, വെയിറ്റ് ഗെയിൻ ആണോ, ബൾക്കിംഗ് ആണോ, എന്താണോ നിങ്ങളുടെ ഗോൾ അതനുസരിച്ചും വരും. ജനറൽ റൂൾ എന്ന് പറഞ്ഞാൽ ഒരു ലോ ആക്ടിവിറ്റി അല്ലെങ്കിൽ അധികം വർക്ക്ഔട്ട്സോ മൂവ്മെന്റ് ഇല്ലാത്ത ഒരാൾക്ക് 0.8 to 1 gram per kilogram ബോഡി വെയിറ്റ് അനുസരിച്ചിട്ടുള്ള പ്രോട്ടീൻ മതി. അതല്ല ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ഒരു ട്രാൻസ്ഫോർമേഷൻ നിൽക്കുന്ന നിങ്ങളാണെങ്കിൽ 1.2 to 1.6 gram per kilogram ബോഡി വെയിറ്റ് ആണ് പ്രോട്ടീന്റെ അളവ് എന്ന് പറയുന്നത്. അതായത് ഒരു സിമ്പിൾ രീതിയിൽ ഈ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ 60 കിലോഗ്രാം ബോഡി വെയിറ്റ് ഉള്ള ഒരാൾക്ക് 60 to 70 gram ഓഫ് പ്രോട്ടീൻ ആണ് നോർമൽ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് ഒരു എന്താ പറയാ പ്രത്യേകിച്ച് അധികം ഫോക്കസ് ഗോൾ ഇല്ലാത്ത ഒരാളുടെ അളവ് എന്ന് പറയുന്നത്. ആൻഡ് ചിക്കൻ മാത്രമല്ല പ്രോട്ടീൻ സോഴ്സ്. ദർ ഇസ് പനീർ, ടോഫു, ലെൻഡിൽസ്, ദാൽ, എന്താ പറയാ എഗ്സ്, അങ്ങനെ പല പല വെറൈറ്റീസ് ഉണ്ട്. എല്ലാം നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ബോറടിക്കില്ല. ആൻഡ് ബോഡിക്ക് ഒരേ സാധനം തന്നെ നമ്മൾ എപ്പോഴും കൊടുക്കില്ല. എല്ലാം മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അതിന്റെ അളവ് എത്രയാണോ നിങ്ങളുടെ വേണ്ടുന്നത് സ്പ്രെഡ് അക്രോസ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് ഒരു ഗോൾ. ഇതിന്റെ കൂടെ വൺ ഇമ്പോർട്ടന്റ് ഡിസ്ക്ലെയിമർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം അല്ല. സ്പെഷ്യലി കിഡ്നി ഡിസീസ് ഉള്ള ഒരാൾക്ക്, ഇല്ലെങ്കിൽ ലിവർ ഡിസീസ്, ഡയബറ്റീസ് വിത്ത് കിഡ്നി ഡിസീസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കിഡ്നീനെ പ്രോട്ടീൻ കൊണ്ട് ഓവർലോഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ഡോക്ടർ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് മാത്രം നിങ്ങൾക്ക് എത്ര പ്രോട്ടീൻ ആണ് ഒരു ദിവസം എടുക്കുക എന്നുള്ളത് വളരെ വളരെ മാൻഡേറ്ററി ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. അല്ലാണ്ട് ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ മോർ പ്രോട്ടീൻ മോർ ഹെൽത്ത് എന്നുള്ള ട്രെൻഡിന്റെ പുറകെ പോകരുത്. നിങ്ങളുടെ ബോഡി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി മച്ച് ഇൻഡിവിജ്വലൈസ്ഡ്. ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ വളരെ അധികം പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് പ്രോപ്പറായി കറക്റ്റായി ഒരു ഇൻഡിവിജ്വൽ കഴിച്ചാൽ തന്നെ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മൾ മനുഷ്യർക്ക് ഉള്ളൂ. സോ ഇത് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് പുറത്തു വെക്കുക. അതല്ല ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ ആണ്, നിങ്ങൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ട് ബാലൻസ്ഡ് മീലായിട്ട് കഴിച്ചു പോയാൽ മാത്രം മതി. അതല്ല എനി മെഡിക്കൽ കണ്ടീഷൻ അഗെയിൻ റിപ്പീറ്റിംഗ്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഡോക്ടറിനെയോ ന്യൂട്രീഷനിസ്റ്റോ കണ്ട് മാത്രം നിങ്ങളുടെ ഡയറ്റ് പേഴ്സണലൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളൊരു സംഭവമാണ്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം എങ്ങനെ കുറച്ച് ഈസി വേസ് ഓഫ് പ്രോട്ടീൻ എങ്ങനെ മീൽസിൽ ആഡ് ചെയ്യാം, എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവരും കണ്ടുവരുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിൽ മിക്ക ദിവസങ്ങളിലും നമ്മുടെ ഇവിടുത്തെ വീടുകളിൽ ഉണ്ടാകുന്നതാണ് ദോശ, ഇഡ്ഡലി, സാമ്പാർ. ബിക്കോസ് എളുപ്പമാണ് അത് ഉണ്ടാക്കാൻ എന്നുള്ള ഒരു രീതിയിൽ. പക്ഷെ ഇപ്പൊ എല്ലാവരും അതിനെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. ആൻഡ് അല്ലാണ്ടുള്ള ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളിലൊക്കെ പോകുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ദോശ ഇഷ്ടമാണോ നിങ്ങൾ കഴിച്ചോളൂ, അതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മളത് കഴിക്കുന്ന രീതിയിലാണ്. 3 ദോശയ്ക്ക് പകരം 2 ദോശ കഴിക്കുക, അല്ലെങ്കിൽ 3 ആയിക്കോ കുഴപ്പമില്ല. പക്ഷെ അതിന്റെ കൂടെ എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക. ഡെഫിനറ്റ്ലി പ്രോട്ടീൻ സോഴ്സ് ആഡ് ചെയ്യുക. ഒരു 2 മുട്ട ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പനീർ ആഡ് ചെയ്യുക. ഇതിപ്പോ ഞാൻ പ്രോട്ടീനെ പറ്റി മാത്രം പറയുന്നതുകൊണ്ടാണ്. ഈ ഒരു പ്ലേറ്റിംഗിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ദോശ, ഒരു കുഞ്ഞി കട്ടോറിയിൽ സാമ്പാർ എടുക്കുക, അതുപോലെ തന്നെ 2 മുട്ട എടുക്കുക. അതല്ല അല്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും പനീറോ ലെൻഡിൽസോ എടുക്കാം. അതിന്റെ കൂടെ ഒരു 5 ആൽമണ്ട്സോ അങ്ങനെ എന്തെങ്കിലും ഹെൽത്തി ഫാറ്റ്സിന് വേണ്ടി കഴിക്കുമ്പോൾ ഒരു പ്രോപ്പർ നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങൾക്ക് ദോശയോ ഇഡ്ഡലിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിക്കാനൊന്നും യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 60 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കണം എന്ന് വിചാരിച്ചു. അത് ഒറ്റ മീലിൽ തന്നെ കഴിക്കാണ്ട് അതിന് സ്പ്രെഡ് ചെയ്ത് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റിൽ എടുക്കുക, ലഞ്ചിൽ എടുക്കുക, ഡിന്നറിൽ എടുക്കുക. വിസിബിളി ഉണ്ടാവണം പ്ലേറ്റിൽ. ഓക്കെ, എന്റെ പ്രോട്ടീൻ ഇതിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ചിക്കൻ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടുന്ന അളവിൽ എല്ലാ മീലിലും ആഡ് ചെയ്യുക. സോ ദാറ്റ് എന്താ പറയാ, ദാറ്റ്സ് ഹൗ യു ക്യാൻ ഈറ്റ് ഇറ്റ് അല്ലേ. പിന്നെ എന്താ പറയാ, പിന്നെ നമ്മളൊക്കെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു, നമ്മള് എനിക്കൊന്ന് ലൈറ്റ് ഫീൽ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ചോറും രസം അല്ലെങ്കിൽ ചോറും മോര് അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കും. എന്തിനാ നമുക്ക് ഹെവി ആയിട്ട് കഴിക്കാൻ തോന്നുന്നില്ല എന്ന് വിചാരിച്ചു. അത് ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ തന്നെ ഇപ്പൊ ചിന്തിച്ചു നോക്കൂ, അത് കഴിച്ച ഒരു 1-2 മണിക്കൂർ തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വിഷന്ന് നിങ്ങൾ ചിലപ്പോൾ ജങ്കോ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾ ആക്ച്വലി പോയി കഴിക്കുന്നുണ്ടാവുക. സോ നിങ്ങൾ പ്രോപ്പറായി പ്രോട്ടീൻ കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു 2-3-4 മണിക്കൂറിലേക്ക് നിങ്ങൾക്ക് വിശക്കില്ല. അടുത്ത ഇന്റർവൽ ടൈം ആകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു സംഭവം പോലും വരുള്ളൂ. അതുകൊണ്ട് ലൈറ്റ് ഫീലിന് വേണ്ടി സ്കിപ്പ് ചെയ്യാണ്ട് പ്രോട്ടീൻ പ്രോപ്പറായി എല്ലാ മീലിലും ഇൻക്ലൂഡ് ചെയ്യുക. പ്രോട്ടീൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബൾക്കിംഗ് ഉണ്ടാക്കിയോ അങ്ങനൊന്നും അല്ല. നമുക്ക് സ്ട്രെങ്ത് കിട്ടാനും നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാനും നമ്മുടെ സെൽസിനൊക്കെ ബിൽഡ് ചെയ്തെടുക്കാനും റിപ്പയറും റീബിൽഡ്, ഞാൻ നേരത്തെ പറഞ്ഞ വീടും ബ്രിക്കും അതിനൊക്കെ എക്സാമ്പിളായി ആലോചിച്ചാൽ മതി. നമ്മളെ പിടിച്ചു നിർത്തണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന രീതിയിൽ വേണ്ടുന്ന അളവിൽ നമുക്ക് പ്രോട്ടീൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡോണ്ട് ഫിയർ പ്രോട്ടീൻ. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമുക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ ഗോൾ എന്താണെന്ന് അനുസരിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമാണ്. ന്യൂട്രീഷൻ ഇസ് ആക്ച്വലി
വെരി വെരി സിമ്പിൾ. നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ്, നമ്മൾ ട്രെൻഡ് ഫോളോ ചെയ്തും ജസ്റ്റ് കോപ്പി ചെയ്തുമാണ് നമ്മൾ ആക്ച്വലി അതിനെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് മൈ പവർ ഫാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആസ്ക് മീ ഇൻ ദ കമന്റ് സെക്ഷൻ. അടുത്ത വീഡിയോസിലോ ഇല്ലെങ്കിൽ സ്റ്റോറീസിലോ വന്ന് ഞാനത് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ദിസ് ഇസ് ഡോക്ടർ സന സൈനുദ്ദീൻ ഫ്രം പാരോസെൽ സൈനിങ് ഔട്ട്.